ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് ആരെന്നെ വേർപെടുത്തും? നഗ്നതയോ പട്ടിണിയോ ആപത്തോ വാളോ? എല്ലാ കംഫർട്ട് സോണും ബ്രേക്ക് ചെയ്ത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പ്രതി ലോകം മുഴുവൻ എത്തിച്ചേരുന്നവരാണ് വൈദികരും സന്യസ്തരും. സ്വാഗതം ഡിവൈൻ ഗോളിലേക്ക്. ലോകത്തിന് പ്രകാശവും ഭൂമിയിൽ ഉപ്പുമാകാൻ ഇതാ അനേകം ദൈവവിളികൾ തിരുസഭയിൽ ഉണരുന്നു. കർത്താവിൻ്റെ വയലിൽ അവർ തളരാതെ വേല ചെയ്യുന്നു. ക്രിസ്തു എന്ന കാരണം അവരെ തീഷ്ണതയുള്ള പ്രേക്ഷിതരാക്കുന്നു. മിഷൻ പ്രദേശങ്ങളിൽ അവരിതാ ക്രിസ്തുവിൻ്റെ മുഖമാകുന്നു, തിരുസഭയുടെ ദീപങ്ങളാകുന്നു. ഇത് വളരെ സങ്കീർണമായ അരുണാചൽ പ്രദേശ് എന്ന ദേശത്ത് ലൗനു കപ്പുച്ചിൻ മിഷനിൽ ശുശ്രൂഷ നിർവഹിക്കുന്ന ആലപ്പുഴ വാടക്കൽ സ്വദേശിയായ കപ്പുച്ചിൻ വൈദികൻ ഫാദർ യേശുദാസ് പി ജോസഫ്. വൈദികനായി തുടക്കത്തിൽ തന്നെ ഏറെ വിഷമതകൾ നിറഞ്ഞ അരുണാചൽ എന്ന ദേശത്ത് എത്തുകയും വലിയ വില്ലേജുകളിൽ ഇടവക സമൂഹത്തോടൊപ്പം ആത്മീയ കൂദാശകൾ നിർവഹിക്കുകയും ദേവാലയങ്ങൾ നിർമ്മിക്കുകയും അതുവഴി അവരെ ക്രിസ്തുവിൻ്റെ തിരുസഭയുടെ തണലിൽ ചേർക്കുകയും ചെയ്ത യേശുദാസച്ചൻ തൻ്റെ ദൈവവിളിയുടെ മഹത്വവും അരുണാചൽ മിഷനിലെ അനുഭവങ്ങളും നമ്മോട് പങ്കുവയ്ക്കുന്നു. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കപ്പുച്ചിൻ സഭയുടെ സെൻറ്റ് ഫ്രാൻസിസ് അസീസി പ്രൊവിൻസ് അംഗമായിട്ടുള്ള ഇപ്പോൾ അരുണാചൽ മിഷനിൽ ശുശ്രൂഷ ചെയ്യുന്ന ഫാദർ യേശുദാസ് ആണ്. അച്ഛ, ഒത്തിരി സ്നേഹത്തോടെ ഡിവൈൻ ഗോളിലേക്ക് അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. അച്ഛ, കാണുമ്പോൾ തന്നെ ഈശോയുടെ രൂപമാണ്. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ വസ്ത്രമാണ്. ഏറെ ആകർഷണം തോന്നുന്ന വസ്ത്രവും രൂപവും. അച്ഛൻ്റെ വിളിയെപ്പറ്റി ഒക്കെ ഒത്തിരി അറിയാനുണ്ട്. അതിനു മുമ്പ് അച്ഛൻ സ്വയം ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് ഫാദർ യേശുദാസ് പി ജോസഫ്. എൻ്റെ വീട് ആലപ്പുഴയിലെ വാടക്കൽ എന്ന സ്ഥലത്താണ്. എൻ്റെ ഇടവകയും വാടക്കൽ ദൈവജനമാത ഇടവകയാണ്. എൻ്റെ വീട്ടുകാരെക്കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ വീട്ടുപേര് പൂന്തറശ്ശേരിയിൽ നിന്നാണ്. പൂന്തറശ്ശേരിയിൽ ജോസഫിൻ്റെയും മറിയാമ്മയുടെയും 2 മക്കളിൽ മൂത്തവനായിട്ടാണ് ഞാൻ 1989 ജനിക്കുന്നത്. പിന്നെ എനിക്ക് താഴെയായി ഒരു അനിയത്തിയുമുണ്ട്. അനിയത്തിയുടെ കല്യാണം 6 വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു. ഇപ്പോൾ അനിയത്തി വേറെ ഫാമിലിയായിട്ട് ജീവിക്കുന്നു. വളരെ കുട്ടിക്കാലത്ത് തന്നെ ചെറിയ കുടുംബമാണെങ്കിലും ദാരിദ്ര്യത്തിന് വളരെ കുറവൊന്നുമില്ലായിരുന്നു. അച്ചാച്ചൻ കടലിൽ മീൻ പിടിക്കാൻ പോയിട്ടാണ് ഞങ്ങളെ നോക്കിക്കൊണ്ടിരുന്നത്. അമ്മയും അതുപോലെ തന്നെ ഒരു വീടുകളിലൊക്കെ ജോലി ചെയ്താണ് ഞങ്ങളെ വളർത്തിക്കൊണ്ട് വന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഞങ്ങൾ ഇത്രയും വലുതായി വന്നത്. ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും, പ്രത്യേകിച്ച് ഒരു വൈദികൻ്റെയും സന്യാസിൻ്റെയും ജീവിതത്തിലും ദൈവവിളി ഉണ്ടാകുന്ന ആ ഒരു സമയം വളരെയധികം സ്വാധീനം ചെലുത്തുന്നൊരു സമയമാണ്, അല്ലെങ്കിൽ ആ ദൈവവിളി രൂപപ്പെടുന്ന സമയം. അച്ഛൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് ഒരു വൈദികനാകാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായത്, അല്ലെങ്കിൽ ഒരു കപ്പുച്ചിൻ സഭയിൽ ചേരണമെന്നോ ഒരു അച്ഛനാകാനെന്നൊക്കെയുള്ള ഒരു തീരുമാനം ഉണ്ടാകുന്നത്? അങ്ങനെ ഒരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. നമ്മുടെ ആദ്യ കുർബാന സ്വീകരണം കഴിഞ്ഞതിന് ശേഷം എൻ്റെ അച്ചാച്ചൻ്റെ അപ്പൻ, ഗ്രാൻഡ് ഫാദർ, എന്നെ പള്ളിയിൽ കൊണ്ടുപോയി അൾത്താര ബാലകന്മാരുടെ ഗ്രൂപ്പിലേക്ക് ആക്കുകയും അതിനുശേഷം അപ്പാപ്പൻ്റെ കൂടെ ഡെയിലി ഞാൻ കുർബാനയ്ക്ക് പോകുമായിരുന്നു. അതുപോലെ തന്നെ കുർബാനയിൽ സംബന്ധിക്കുകയും വിശുദ്ധ ബലിയിൽ സഹായിക്കുകയും ചെയ്യുമായിരുന്നു. അതൊക്കെ ഭാവിയിൽ എൻ്റെ ജീവിതത്തെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാകാം. പിന്നീട് ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞു. അങ്ങനെ വീട്ടിൽ അവധിക്കാലത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ വഴിയാണ് ഒരു ബ്രദർ എൻ്റെ വീട്ടിൽ വരുന്നത്. ഒരു കപ്പൂച്ചിൻ സന്യാസി ആയ ഒരു ബ്രദർ എൻ്റെ വീട്ടിൽ വരുന്നതും ഞങ്ങളെ ക്യാമ്പിലേക്ക് ക്ഷണിക്കുന്നതും. അപ്പോൾ ആ ഒരു കൂട്ടുകാരൻ്റെ
കൂട്ടുകാരൻ വഴിയാണ് ഞങ്ങൾ ഈ ക്യാമ്പിൽ ആലപ്പുഴയിലെ തുമ്പോളി ആശ്രമത്തിൽ ഒരു 3 ദിവസത്തെ ക്യാമ്പ് ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോഴാണ് അച്ഛന്മാരുടെ കോൺഗ്രിഗേഷൻസും വേറെ പല സഭകളെ കുറിച്ചൊക്കെ അറിയാൻ സാധിച്ചത്. നേരത്തെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ കാപ്പിപ്പൊടി ഉടുപ്പിട്ട അച്ഛന്മാരെ അറിയാം, പിന്നെ ഇടവകയിലിരിക്കുന്ന വെള്ള ഉടുപ്പിട്ട അച്ഛന്മാരെ, ഈ 2 ഗ്രൂപ്പ് അച്ഛന്മാരെ എനിക്ക് അറിയത്തുള്ളായിരുന്നു. അത് പിന്നീടാണ് ഈ ക്യാമ്പിന് ചെന്നപ്പോഴാണ് അവിടെ ചെന്നപ്പോൾ എൻ്റെ ഒരു അറിവ് ഇത്തിരി വിശാലം, ഈ 3 ദിവസം കൊണ്ട് എൻ്റെ അറിവ് ഇത്തിരി വിശാലമായി. അങ്ങനെ അവിടെ കഴിയുന്ന ഒരു ദിവസത്തിൽ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതം ചെറിയൊരു ബുക്ക് വായിക്കാനിടയായി. അതിലൂടെ ഞാൻ അറിഞ്ഞു ദൈവത്തിന് എന്നിലൂടെ പ്രവർത്തിക്കാൻ കഴിയുമെങ്കിൽ ദൈവത്തിന് ആരിലൂടെയും പ്രവർത്തിക്കാൻ കഴിയും. ആ ഒരു വചനം, ഫ്രാൻസിസിൻ്റെ ആ വചനം എൻ്റെ ജീവിതത്തെ സ്പർശിച്ചു എന്ന് പറയാം. പിന്നെ ആ ബുക്ക് വായിച്ചപ്പോൾ ഫ്രാൻസിസ് കുഷ്ഠരോഗിയെ ആലിംഗനം ചെയ്യുന്നതും മെത്രാൻ്റെ മുമ്പിൽ തൻ്റെ പിതാവിൻ്റെ സ്വത്തായ വസ്ത്രങ്ങളൊക്കെ ഉരിഞ്ഞു നിൽക്കുന്നതും, പിന്നെ അങ്ങനെ കുറേ സംഭവങ്ങൾ വായിച്ചപ്പോൾ ഫ്രാൻസിസിനോട് പ്രത്യേക ഒരു സ്നേഹം തോന്നി. അതിനു മുമ്പ് ഫ്രാൻസിസ് ആരായിരുന്നെന്നോ ഫ്രാൻസിസ് എവിടെയായിരുന്നോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ആ ദിവസം മുതൽ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിനെ കുറിച്ച് കൂടുതൽ അറിയാനൊരു ആഗ്രഹം ഉണ്ടായി. അച്ഛൻ ഈ ഒരു സഭയിൽ ശുശ്രൂഷയ്ക്കായിട്ട് എത്തുകയാണ്, അല്ലെങ്കിൽ വൈദികനായി ചേരുകയാണ്. വൈദികരുടെ പരിശീലനം എന്ന് പറയുന്നത് ഓരോ സഭയിലും ഡിഫറെൻ്റാണ്. ഓരോ സഭയ്ക്കും അതിൻ്റേതായ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അച്ഛൻ്റെ സഭയെ സംബന്ധിച്ച് പുറമേ നിന്ന് കേട്ടറിവ് എന്ന് പറയുന്നത് കപ്പുച്ചിൻ സഭയിലെ ഫോർമേഷൻ എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല എന്നുള്ള രീതിയിലുള്ളതാണ്. അച്ഛൻ്റെ ഫോർമേഷനെ പറ്റി ഒന്ന് പറയാമോ? ഇത് ദൈവത്തിൻ്റെ വിളിയാണല്ലോ. അപ്പോൾ ദൈവം നമ്മളെ എങ്ങോട്ട് വിളിക്കുന്നു അതനുസരിച്ച് നമ്മുടെ ജീവിതം നയിക്കുക. അങ്ങനെ ദൈവം എന്നെ കാണിച്ചു തന്ന ഒരു സ്ഥലമാണ് കപ്പുച്ചിൻ സഭ. ആ മുന്തിരിത്തോപ്പിൽ വേല ചെയ്യാൻ വേണ്ടി ദൈവം എന്നെ തിരഞ്ഞെടുത്തു എന്നുള്ള ഒരു വിശ്വാസം, ഒരു കോൺഫിഡൻസ് എനിക്ക് വന്നത് ആ 3 ദിവസത്തെ ക്യാമ്പിൻ്റെ സമയങ്ങളിലാണ്. അങ്ങനെ അതിനുശേഷം അവിടുന്ന് സെലക്ഷൻ കഴിഞ്ഞു. അതിനുശേഷം പൊന്നൂരുന്നിയിലെ ആശ്രമത്തിലേക്ക് ഒരു 15 ദിവസത്തെ ക്യാമ്പ് ഉണ്ടായിരുന്നു. അവിടെ ഏകദേശം കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികൾ വന്നിരുന്നു ക്യാമ്പ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി. അവിടെ നിന്ന് ഏകദേശം 65 പേരാണ് സെലക്ഷൻ കിട്ടിയത്. ഫസ്റ്റ് ഇയർ സെമിനാരിയിലേക്ക് കയറാൻ വേണ്ടി ഏകദേശം 65ഓളം പേര് ഫസ്റ്റ് ഇയറിലേക്ക് കയറാൻ വേണ്ടി സെലക്ഷനായി. ദേവദാസനായ തിയോഫിനച്ചനെ അടക്കം ചെയ്തിരിക്കുന്ന പൊന്നൂർന്നി ആശ്രമത്തിലാണ് ഞങ്ങൾ ഫസ്റ്റ് ഇയർ ചെയ്തത്. അതിനുശേഷം +1 +2 പഠിക്കാനായിട്ട് ആലപ്പുഴയിലെ തുമ്പോളി ആശ്രമത്തിലും, അതിനുശേഷം നമ്മൾ അഞ്ചലിലെ പ്രീനോവിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി കൊല്ലത്തെ അഞ്ചലിലും, അവിടെ നിന്നും നോവിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി തൃശ്ശൂരിലെ മണലിക്കാടും, അതിനുശേഷം നമ്മൾ ഫിലോസഫി ചെയ്യാൻ വേണ്ടി തിരുവനന്തപുരത്തെ കുടപ്പനക്കുന്നും ചെന്നു. അങ്ങനെ ഫോർമേഷൻ കാലയളവായി. അതിനുശേഷമാണ് ഒരു റീജൻസി പീരീഡ് എന്നൊരു കാലഘട്ടമുണ്ട്. അനുബന്ധിച്ച് ഒരു 3 മാസത്തേക്ക് ഞങ്ങളെ അരുണാചൽ മിഷനിലേക്ക് കൊണ്ടുപോയി. ഇവിടുന്ന് യാത്ര ആരംഭിക്കുന്ന സമയത്ത് കയ്യിലൊരു മൊബൈൽ ഫോണോ ഒന്നുമില്ലാതെയാണ്, ഒറ്റയ്ക്കാണ് ഇവിടുന്ന് ആസാം വരെ ആദ്യമായിട്ട് ട്രെയിനിൽ 3 ദിവസം ഇരുന്ന് യാത്ര ചെയ്ത് പോകുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ ചെന്നപ്പോൾ ആസാമിൽ നിന്ന് വീണ്ടും നമ്മൾ അരുണാചലിലേക്ക് യാത്ര ചെയ്തു നമ്മുടെ മിഷൻ സെൻറ്ററിലെത്താൻ വേണ്ടി. അവിടെ ചെന്നു. അവിടുത്തെ ജീവിതം ഏകദേശം 3 മാസത്തോളം എനിക്ക് അവിടെ കഴിയാൻ സാധിച്ചു. അവിടെ ചെന്നപ്പോൾ എനിക്ക് ഒരു തിരിച്ചറിവുണ്ടായി. അരുണാചൽ പ്രദേശ് അല്ലെങ്കിൽ നമ്മുടെ കപ്പൂച്ചൻ സഭ അരുണാചൽ വർക്ക് ചെയ്യുന്നു, അവിടെ അച്ഛന്മാരുടെ ആവശ്യമുണ്ട്. അപ്പോൾ ആ ഒരു പോയിൻ്റ് എൻ്റെ ജീവിതത്തെ സ്പർശിച്ചു. അതിനുശേഷം ഞാൻ തിരിച്ചു വരികയും പുതിയൊരു തീരുമാനം എടുക്കുകയും ചെയ്തു. ഇനി ഒരു ജീവിതം ഉണ്ടെങ്കിൽ അത് അരുണാചൽ പ്രദേശിൽ സേവനം ചെയ്യാൻ വേണ്ടി ഞാൻ മാറ്റിവെക്കുകയാണെന്ന്. ഒരുപാട് സ്ഥലത്ത് വൈദികരെ ആവശ്യമുള്ള ഇപ്പോഴും സാഹചര്യമുണ്ട്. എന്തുകൊണ്ടാണ് ഒരു 3 മാസത്തെ റീജൻസി പീരീഡ് കൊണ്ട് അച്ഛൻ ഈ അരുണാചൽ പ്രദേശിൽ അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിലെ മേഖലകളിൽ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മെയിനായിട്ടും എനിക്ക് അവിടെ ഒരു തിരിച്ചുവരവുണ്ടായി. അച്ഛന്മാരുടെ ആവശ്യം അവിടെ ഉണ്ട്. അതുകൂടാതെ തന്നെ അവിടുത്തെ ആൾക്കാരുടെ കൂടെ ജീവിക്കുക, ഒരു വില്ലേജ് ലൈഫ് സ്റ്റൈൽ, അതൊക്കെ എന്നെ കൂടുതലായിട്ട് അവിടെ സേവനം ചെയ്യാൻ വേണ്ടി ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി എന്നെ സഹായിച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയ അച്ഛൻ തിരിച്ചു വന്ന് വൈദികനാവുകയാണ്. വൈദികനായി കഴിഞ്ഞ 3 വർഷമായിട്ട് ഇപ്പോൾ 3 വർഷത്തോളമായിട്ട് അവിടെ ശുശ്രൂഷ ചെയ്യുകയാണ്. അരുണാചൽ പ്രദേശിലെ രൂപതയോട് ചേർന്ന് ഇടവകളിൽ ശുശ്രൂഷ ചെയ്യുകയാണ്. നമ്മുടെ കപ്പൂച്ചിൻ സഭ അല്ലെങ്കിൽ കത്തോലിക്ക സഭ ഈ നോർത്ത് ഈസ്റ്റ് മേഖലയിൽ, അച്ഛനായിരിക്കുന്ന മേഖലയിൽ ചെയ്യുന്ന ശുശ്രൂഷകൾ എന്തൊക്കെയാ? നമ്മൾ ഇപ്പോൾ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഒരു പാരീഷനിൽ നടത്തുക എന്നാണ്. അവിടെ ഇപ്പോൾ ഏകദേശം 1.5 വർഷം ഞാൻ കഴിഞ്ഞു. അപ്പോൾ അവിടെ ഞാൻ ചെയ്ത കാര്യങ്ങൾ അത് കൂടുതലും നമ്മൾ പാരിഷ് ഓറിയൻറ്റഡ് ആണ്. നമ്മൾ ഓരോ വില്ലേജുകളിൽ പോവുക, ഞായറാഴ്ചകളിൽ വില്ലേജുകളിൽ പോയി അവർക്ക് വേണ്ടി കുർബാന അർപ്പിക്കുക, അവർക്ക് വേണ്ടി കുമ്പസാരം
അവരുടെ കുമ്പസാരം കേൾക്കുക, കൂടുതൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ ഓരോ പാരീഷിലും നമ്മുടെ സ്കൂളുകളുണ്ട്. അപ്പോൾ നമ്മുടെ വില്ലേജിലെ കുട്ടികൾക്ക് അവർക്ക് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം കൊടുക്കാനും നമ്മൾ പരിശ്രമിക്കുന്നുണ്ട്. ഇങ്ങനെ അവരുമായിട്ട് ഇടപെടുമ്പം ഒരുപാട് വെല്ലുവിളികളുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോൾ അച്ഛനും കുമ്പസാരം കേൾക്കുന്നു അല്ലെങ്കിൽ വിദ്യാഭ്യാസം കൊടുക്കുന്നു പറയുമ്പം അവർക്കൊക്കെ അവരുടേതായ നേറ്റീവ് ലാംഗ്വേജ് ഉണ്ട്, അവരുടേതായ ഭാഷയുണ്ട്, നമുക്കതറിയത്തില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടിനെ അച്ഛൻ ഓവർകം ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മളൊക്കറിയാം, അരുണാചലിൽ പല ഗോത്രങ്ങളാണ് ഉള്ളത്. നോർത്ത് ഈസ്റ്റിൽ അങ്ങനെ തന്നെയാണ്, പല ഗോത്രങ്ങളാണ് നോർത്ത് ഈസ്റ്റിലുള്ളത്. അപ്പോൾ ഓരോ ഗോത്രത്തിനും ഓരോ ട്രൈബ്സിനും ഓരോ ട്രൈബൽ ലാംഗ്വേജ് ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് വാഞ്ചോ ട്രൈബിലായിരുന്നു. അപ്പോൾ അവിടുത്തെ ആളുകൾ ഉപയോഗിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് വാഞ്ചോ ഭാഷയാണ്. അപ്പോൾ അവിടെ പ്രായമുള്ളവർക്ക് ഹിന്ദിയോ ഇംഗ്ലീഷോ ഒന്നും അറിയില്ല. അപ്പോൾ അവർ കുമ്പസാരത്തിന് വരുമ്പോൾ അവരുടെ ഭാഷയിൽ കുമ്പസാരിക്കും. അപ്പോൾ നമ്മൾ അത് കേട്ട് അവർക്ക് ആശീർവാദം കൊടുക്കും. അപ്പോൾ അവരുടെ ഒരു വിശ്വാസമാണ് അവിടെ നമ്മൾ നോക്കുന്നത്. അവരുടെ വിശ്വാസം കൊണ്ട് അവർ കുമ്പസാരിക്കാൻ വരുന്നു. അത് ഏത് ഞായറാഴ്ച പോയാലും നമുക്ക് കാണാൻ പറ്റും. കുർബാന തുടങ്ങുന്നതിന് മുമ്പ് കുറച്ചധികം ആൾക്കാർ വന്ന് കുമ്പസാരിക്കും. അത് വലിയൊരു പ്ലസ് പോയിൻ്റായിട്ടാണ്. നമ്മൾ അവിടെ ചെല്ലുകയും പുതിയ കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് ആൾക്കാർ കണ്ടുകൊണ്ട് അത് വീണ്ടും അവരുടെ ജീവിതത്തിൽ അവരുടെ ആ കുമ്പസാരം എന്ന കൂദാശയുടെ വില മനസ്സിലാക്കിക്കൊണ്ട് അത് അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട്. ചൈനയോട് അതിർത്തി പങ്കിടുന്ന അരുണാചൽ പ്രദേശ് ഭൂപ്രകൃതി കൊണ്ടും കാലാവസ്ഥ കൊണ്ടും ഏറെ സങ്കീർണമായ ഇടം. ലോകരക്ഷകനായ ക്രിസ്തുവിനെ ഇനിയും അറിയാത്ത അനേകം ജനതകൾ, അറിഞ്ഞവർക്കാകട്ടെ കൂദാശകൾ ലഭിക്കാനുള്ള അസൗകര്യങ്ങൾ, പ്രാർത്ഥനാലയങ്ങൾ തീരെയില്ലാത്ത ഉൾപ്രദേശങ്ങൾ. ഇതാ ഇവിടെ അനേകം വൈദികരും സമർപ്പിതരും ഈ ജനതയ്ക്കായി ശുശ്രൂഷ നിർവഹിക്കുന്നു. കർത്താവ് തന്നെ നിയോഗിച്ച ഈ സ്ഥലം ഏറെ സങ്കീർണതകൾ നിറഞ്ഞതെങ്കിലും അവിടുത്തെ സംരക്ഷണവും കരുതലും ദർശിച്ച് ഈ വൈദികൻ ഇവിടെ സേവനം ചെയ്യുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹം ജീവിതം കൊണ്ട് ഇവർക്ക് പങ്കുവെച്ച് നൽകുന്നു. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ദീപ്തമായ വിശുദ്ധ മാതൃക ഇവർക്ക് കരുത്തു നൽകുന്നു. ഒരുപാട് പേര് ദേവാലയത്തിലേക്ക് എത്തും എന്നൊക്കെ പറയുമ്പം എല്ലായിടത്തുള്ള ട്രൈബൽ കമ്മ്യൂണിറ്റിയാണ്. ഓരോ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ഒരു ചെറിയ ഗ്രൂപ്പ് ഉണ്ടാകും. അവരൊരു ഒരു സൊസൈറ്റി ആയിട്ട് ജീവിക്കുന്നു. അവരുടെ ഒരു കത്തോലിക്ക വിശ്വാസമൊക്കെ എങ്ങനെയാ വെച്ചാൽ അവരുടെ ഒരു വിശ്വാസ ജീവിതവും കാര്യങ്ങളൊക്കെ? ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ പാരീഷ്, ഞാൻ സേവനം ചെയ്ത പാരീഷിൽ 5 വില്ലേജാണ് ഉണ്ടായിരുന്നത്. ആ 5 വില്ലേജിലും 5 പള്ളികളുണ്ട്. അപ്പോൾ ഫ്രൈഡേയും സൺഡേയിലും ഇവർ ഒരുമിച്ച് വരികയും പ്രാർത്ഥനകൾ ഒരുമിച്ച് ചൊല്ലുകയും അങ്ങനെ നമ്മൾ ഞായറാഴ്ചകളിൽ പോയി അവരെ കുർബാനയിൽ സഹായിക്കുകയും ചെയ്യും. അങ്ങനെ മുന്നോട്ട് പോകുമ്പം നമ്മുടെ ഈ രൂപതയിൽ, നമ്മുടെ ഈ കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലൊക്കെയും നമുക്കറിയാം ഒരു പള്ളി ഉണ്ടാവും, ഒരച്ഛനോ അല്ലെങ്കിൽ ഒരു കൊച്ചച്ഛനൊക്കെ ഉണ്ടാവും, അതിന് ചുറ്റും ഒരു 1-2 കിലോമീറ്റർ അല്ലെങ്കിൽ 3-4 കിലോമീറ്ററിലൊക്കെ ഒരു സമൂഹം ഉണ്ടാവും. അങ്ങനെയാണ് നമ്മുടെ ഒരു കേരളത്തിൻ്റെ പശ്ചാത്തലം. നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും ഇതുപോലെയൊക്കെ തന്നെയാണോ അതോ ഡിഫറെൻ്റ് ആണോ അവിടുത്തെ ഒരു സാഹചര്യം? അവിടുത്തെ സാഹചര്യം തികച്ചും വ്യത്യസ്തമാണ്. കാരണം അവിടെ ഒരു പാരിഷ് എന്ന് പറയുന്നത് 5-6 വില്ലേജ് ഒരുമിച്ച് കൂട്ടിയാണ് ഒരു പാരിഷ് ചെയ്യുന്നത്. അപ്പോൾ ആ പാരിഷിൻ്റെ സെൻറ്ററിൽ ഒരച്ഛനുണ്ടാകും. ആ അച്ഛൻ തന്നെ പല ടേൺ എടുത്ത് പല സ്ഥലങ്ങളിൽ പോയി കുർബാന അർപ്പിക്കുക, അവരുടെ ആധ്യാത്മിക കാര്യങ്ങൾ ശ്രദ്ധിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ അച്ഛൻ ഗോസ്പൽ ടൂറിംഗ് എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ആഴ്ചയിലും ഓരോ വില്ലേജ് ടൂറിങ്, ഗോസ്പൽ ടൂർ ചെയ്യും. അപ്പോൾ ആ ഒരു നമ്മൾ പോകുന്ന സ്ഥലത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ചെയ്ത് പിന്നെ തിരിച്ചു വരികയും പിന്നീട് അടുത്ത ആഴ്ചയിൽ വേറെ വില്ലേജിൽ പോവുകയും അങ്ങനെയാണ് നമ്മൾ ഓരോ വില്ലേജിലും പോയി നമ്മുടെ സാന്നിധ്യം അറിയിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. ഇങ്ങനെ പോകുമ്പോഴേക്കും നമുക്കറിയാം ഇപ്പം ഒരു പള്ളിയുണ്ട്, ആ പള്ളിയുടെ അനുസരിച്ച് ഒരു താമസ സ്ഥലമുണ്ട്, അതൊക്കെയാണ്. പക്ഷെ ഓരോ ആഴ്ച ഒരു വില്ലേജിൽ പോകുമ്പോഴേക്കും താമസ സൗകര്യം, യാത്രാ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള ഇപ്പോൾ പള്ളി ആയിട്ട് നമ്മുടെ ഒരു കൺസെപ്റ്റിൽ കാണുന്ന പള്ളിയുണ്ടോ, ഇങ്ങനത്തെ ഒരുപാട് വെല്ലുവിളികൾ അവിടെ ഇല്ലേ? ഓക്കെ, വെല്ലുവിളികളുണ്ട്. ഞാൻ ചെന്ന സമയത്ത് അവിടെയൊക്കെ റോഡ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. മഴക്കാലത്ത് പുറത്തിറങ്ങുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര അസാധ്യമായിരുന്നു. കാരണം ചെളിയും. അപ്പോൾ ബൈക്കിലേക്ക് നമ്മൾ പോകുമ്പോൾ 2 കാലിട്ട് ഇങ്ങനെ തുഴഞ്ഞ് നമ്മൾ ബൈക്കിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അത്യാവശ്യം എല്ലായിടത്തും ബ്ലാക്ക് ടോപ്പ് ടയർ ചെയ്തിട്ടില്ല, എന്നാലും അത്യാവശ്യം എല്ലായിടത്തും അവർ കല്ലിട്ടത് കൊണ്ട് നമുക്ക് അത്യാവശ്യം വണ്ടിയിലൊക്കെ യാത്ര ചെയ്ത് പോകാം.
അങ്ങനെ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ പിന്നെ അവരുടെ കൂടെ ആയിരിക്കുകയാണ്. ചിലപ്പോൾ അവരുടെ വീടുകളിൽ കിടന്നുറങ്ങുകയും, കാരണം നമുക്ക് ഓരോ പള്ളിയുടെ കൂടെയും അങ്ങനെ റൂംസോ അങ്ങനെയൊന്നുമില്ല. നമ്മളപ്പോൾ എവിടെ ചെല്ലുന്നത് അവിടുത്തെ ആളുകളുടെ കൂടെ ആഹാരം കഴിക്കുകയും അവരുടെ കൂടെ പാട്ട് പാടുകയും പ്രാർത്ഥിക്കുകയും ഉറങ്ങുകയൊക്കെ ചെയ്യും. അവരുടെ വീടുകളിൽ തന്നെയാണ് നമ്മളത് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മൾ കേട്ടുള്ളൊരു കാര്യം, പലയിടങ്ങളിലും ഈ പറഞ്ഞ പോലത്തെ കമ്മ്യൂണിറ്റികളിലൊക്കെയും ചിലയിടങ്ങളിലൊക്കെ കുർബാന നടക്കുന്നത് ചില ആൾക്കാരുടെ വീടുകളിലാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ച് ഇപ്പം നമ്മുടെ ശുശ്രൂഷകളൊക്കെ ഇവിടെ ഇത്രയും വർഷങ്ങളായിട്ട് നടക്കുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ സെൻറ്ററുകളിലൊക്കെ ഒരു ദേവാലയങ്ങളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ടോ സാർ? ഓക്കെ, അത് നമ്മുടെ പാരീഷിൽ 5 വില്ലേജുകളാണ് ഉള്ളത്. അപ്പോൾ അതിൽ ഓൾറെഡി ഒരു 2 വില്ലേജിൽ 2 പള്ളികൾ അത്യാവശ്യം നല്ലതാണ്. ബാക്കി 3 പള്ളികളും നമ്മുടെ മുള കൊണ്ടുണ്ടാക്കിയ പള്ളികളായിരുന്നു. അങ്ങനെ നമ്മൾ ഈ ഒരു വർഷ കാലയളവിൽ നമ്മൾ 3 വില്ലേജിലെയും ബാംബു പള്ളി മാറ്റി നല്ലൊരു ദേവാലയം ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിച്ചു, അവിടെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു. അത് 2 വില്ലേജുകളിൽ വിജയിച്ചു. അതിൻ്റെ ബ്ലെസ്സിങ് കഴിഞ്ഞ ഒക്ടോബർ 24-ാം തീയതിയും മറ്റൊരു പള്ളിയുടെ ബ്ലെസ്സിങ് ഒക്ടോബർ 30-ാം തീയതിയുമായിരുന്നു. അച്ഛാ, കഴിഞ്ഞ കുറേ അധികം വർഷങ്ങളായിട്ട് അല്ലെ പതിറ്റാണ്ടുകളായിട്ട് നമ്മുടെ സഭയുടെ കത്തോലിക്ക സഭയുടെ വൈദികരുടെ ശുശ്രൂഷ, സിസ്റ്റേഴ്സിൻ്റെ ശുശ്രൂഷയൊക്കെ ഈ നോർത്ത് ഈസ്റ്റ് മേഖലയിൽ ലഭിക്കുന്നുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു കുറേ അധികം നേറ്റീവ് ദൈവവിളികൾ അവിടെ നിന്ന് തന്നെയുള്ള അച്ഛന്മാർ സിസ്റ്റേഴ്സും ഉണ്ടാകുന്നുണ്ട്. ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നിന്നുള്ള വൈദികരുടെയും സിസ്റ്റേഴ്സിൻ്റെയൊക്കെ ഒരു ആവശ്യം അവിടെ ഉണ്ടോ? തികച്ചും ഇപ്പോൾ നോർത്ത് ഈസ്റ്റിൽ ഭാഗങ്ങളിൽ നിന്നും പുതിയ അതായത് അവിടുത്തെ ലോക്കൽ വൊക്കേഷൻസ് വരുന്നുണ്ട്, അച്ഛന്മാരായിട്ട് സിസ്റ്റേഴ്സായിട്ടും. പക്ഷെ എന്നാലിപ്പോൾ നമ്മുടെ കപ്പൂച്ചിൻ മിഷനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇങ്ങനെ ലോക്കൽ വൊക്കേഷൻ ഇപ്പോൾ 2 പേരുണ്ട്. അവർ 2 പേരും ഇപ്പോൾ ഫിലോസഫി സെക്കൻഡ് ഇയർ പഠിക്കുന്നു. അപ്പോൾ കൂടുതൽ വൊക്കേഷൻസ് നമ്മൾ പ്രതീക്ഷിക്കുന്നു. കാരണം ഇപ്പോഴും നമുക്കറിയാം അച്ഛന്മാരുടെയൊക്കെ എണ്ണം വളരെ കുറവാണ് നോർത്ത് ഈസ്റ്റിലും അല്ലെങ്കിൽ അരുണാചൽ പോലുള്ള പ്രദേശങ്ങളിൽ. അപ്പോൾ കൂടുതൽ വൊക്കേഷൻസ് ഇപ്പോൾ ഞാൻ പുതിയ സ്ഥലത്ത് പോവുകയാണ്, മണിയോഗം എന്ന് പറഞ്ഞ സ്ഥലത്ത് പുതിയ ചാർജ് കിട്ടി പോവുകയാണ്. അപ്പോൾ അവിടെ നമുക്ക് ഏകദേശം 20ഓളം വില്ലേജുകളുണ്ട്. അപ്പോൾ ആ 20ഓളം വില്ലേജുകളിൽ സേവനം ചെയ്യണമെങ്കിൽ നമുക്ക് കൂടുതൽ അച്ഛന്മാരെ ആവശ്യമുണ്ട്. ഇപ്പോൾ അതിനുവേണ്ടി ഇപ്പോൾ നമ്മൾ ക്രിസ്മസിന് കേരളത്തിൽ നിന്ന് അച്ഛന്മാരെ വിളിക്കുവാണ് നമ്മളെ സഹായിക്കാൻ വേണ്ടി. അപ്പോൾ കൂടുതൽ അച്ഛന്മാരുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള അവസരങ്ങളുണ്ട് അവിടെ. അച്ഛാ, നമ്മൾ വളർന്നു വന്നൊരു സാഹചര്യം നോക്കുമ്പോഴേക്കും തികച്ചും സാമൂഹികമായിട്ടാണേലും ആത്മീയമായിട്ടാണേലും ഒത്തിരി സാധ്യതകളുള്ള എല്ലാ തരത്തിലുള്ള അവസരങ്ങളുള്ള ഒരു മേഖല കൂടി നമ്മൾ വളർന്നത്. നമുക്ക് പള്ളികളും വിദ്യാഭ്യാസവും മറ്റ് സാഹചര്യങ്ങളും ഇപ്പോൾ ഇൻ്റർനെറ്റ് ഫെസിലിറ്റീസ് ആണെങ്കിലും എല്ലാ ടെക്നോളജിക്കലും എല്ലാ കാര്യങ്ങളും നമുക്കെല്ലാം ഉണ്ട്. അച്ഛൻ ശുശ്രൂഷ ചെയ്യുന്ന ഒരു മേഖലയിലേക്ക് എടുത്ത് നോക്കുമ്പോഴേക്കും ഒരു കമ്പാരിസൺ നടത്തുകയാണെങ്കിൽ എത്രമാത്രം ഡെവലപ്ഡ് ആണ് ഇൻ ടേംസ് ഓഫ് ബോത്ത് ലൈക്ക് സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ആത്മീയമായ കാര്യങ്ങളിലാണെങ്കിലും എത്രമാത്രം ഡെവലപ്ഡ് ആണ് ഒരു സൊസൈറ്റി? അവിടുത്തെ അവിടുത്തെ കാര്യം പറയുവാണെങ്കിൽ നമുക്ക് നന്നായിട്ട് യാത്ര ചെയ്യാൻ നല്ല റോഡുകളില്ല, പിന്നീട് ഇലക്ട്രിസിറ്റി, പിന്നെ നെറ്റ്വർക്കിനുള്ള സൗകര്യങ്ങളൊന്നുമില്ലാത്തൊരു വളരെ റിമോട്ടായ ഏരിയകളിലാണ് നമ്മൾ സേവനം ചെയ്യുന്നത്. എന്നാലും ദൈവത്തിൻ്റെ പരിപാലന കൊണ്ട് നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി അത് നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അവിടെ നെറ്റ്വർക്ക് ഇല്ലാത്ത സ്ഥലങ്ങളാണ് ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ നമ്മൾ റോഡുകളിൽ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ചില റോഡ് സൈഡിലൊക്കെ ബാംബുവിൻ്റെ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് ചിലപ്പോൾ BSNL എന്ന് എഴുതി വെക്കും. അപ്പോൾ നമ്മൾ ആ സ്ഥലത്ത് കൊണ്ട് ഫോൺ വെക്കുവാണെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ BSNL നെറ്റ്വർക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ അത്യാവശ്യം നെറ്റ്വർക്കൊക്കെ ഉപയോഗിച്ച് വരുന്നിരുന്നത്. പിന്നീട് നമ്മൾ അവിടെ ഒരു പള്ളിയുടെ പണിയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വളരെ ഫിനാൻഷ്യലി വളരെ ഹെൽപ്പ് ആവശ്യമുള്ളൊരു സമയമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഒരാഴ്ചത്തോളം ഹാർഡ് വർക്ക് ചെയ്തിട്ട് നമ്മൾ ഒരു നെറ്റ്വർക്കുള്ള സ്ഥലം കണ്ടുപിടിച്ച് നമ്മുടെ ആശ്രമത്തിനോട് അടുത്തുള്ള ഒരു സ്ഥലം കണ്ടുപിടിച്ച് അവിടെ സിമ്മിടാൻ പറ്റിയ ഒരു വൈഫൈ റൗട്ടറൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അത്യാവശ്യം കമ്മ്യൂണിക്കേഷനൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അത് വളരെ സഹായകരമായി നമുക്ക് ആ പള്ളിയുടെ പ്രോഗ്രസ്സിന് വേണ്ടി ഫിനാൻഷ്യൽ ഹെൽപ്പ് കിട്ടാനൊക്കെ മീഡിയയൊക്കെ നമ്മളെ വളരെ സഹായിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ മേഖലയിൽ ശുശ്രൂഷ ചെയ്യുമ്പോഴാച്ചാൽ നമ്മുടെ അത്രയും ഒരു പാരമ്പര്യമോ ഒന്നും വൈദികരുമായുള്ള ബന്ധത്തിലോ സിസ്റ്റേഴ്സുമായ ബന്ധത്തിലോ അവകാശപ്പെടാൻ ഉള്ള ആൾക്കാരൊന്നുമല്ല. അവരെങ്ങനെയാണ് അച്ഛന്മാരെ സിസ്റ്റേഴ്സിനെ നോക്കി കാണുന്നത്? നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കേരള സമൂഹത്തിൽ നമ്മുടെ ഇടവകയിലേക്ക് ഒരു നമ്മുടെ
അതൊരു ക്രിസ്ത്യൻ ആണെങ്കിലും അല്ലെങ്കിൽ മറ്റ് മതസ്ഥരാണെങ്കിലും ഒരു വൈദികനൊരു സന്യാസിനിക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരു ബഹുമാനമുണ്ട്, ഒരു വിലയുണ്ട്. നമ്മൾ ആ ഒരു മേഖലയിലേക്ക്, ആ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരുമ്പോഴേക്കും എങ്ങനെയാണ് ഒരു വൈദികരെ സിസ്റ്റേഴ്സിനെയൊക്കെ നോക്കി കാണുന്നത്? ഞാൻ നേരത്തെ പറയേണ്ടത് റീജൻസിയുടെ സമയത്ത് ഒരു വില്ലേജിലേക്ക് താമസിക്കാൻ അവസരം ഉണ്ടായി. അപ്പോൾ ഞാൻ അവിടുന്ന് തിരിച്ചു വരുന്ന സമയത്ത് അവർ പറയുകയാണ്, ബ്രദർ അച്ഛനായി കഴിയുമ്പോൾ തിരിച്ചിവിടെ വരണം. അപ്പോൾ അത്രയും മാത്രം സ്നേഹം എനിക്ക് ഒരു 10 ദിവസത്തിനുള്ളിൽ എനിക്ക് അവരിൽ നിന്നും കിട്ടി. അവർക്ക് എന്നിൽ നിന്നും ആ സ്നേഹവും കരുതലൊക്കെ ലഭിക്കുകയുണ്ടായി. അതിലൂടെ നമുക്ക് മനസ്സിലാക്കാം അവർക്ക് അച്ഛന്മാരെയൊക്കെ കൂടുതൽ സഹായിക്കണമെന്നും അച്ഛന്മാരുടെ സഹായം അവർക്ക് ലഭിക്കണം. ആത്മീയമായിട്ട് വളരണമെങ്കിൽ അച്ഛന്മാരുടെയും സിസ്റ്റർമാരുടെയും സഹായങ്ങൾ അവർക്ക് ആവശ്യമുണ്ടെന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ അവർ നമ്മളെ നന്നായിട്ട് നോക്കുന്നുണ്ട്. നമ്മളൊരു വില്ലേജിൽ പോകുമ്പോൾ നമുക്ക് രാവിലെ ആഹാരം, ചായ, ഉച്ചയ്ക്ക്, വൈകുന്നേരം, അങ്ങനെ എല്ലാ കാര്യങ്ങളും അവർ നമ്മളെല്ലാ കാര്യങ്ങളും അവർ നോക്കി നടത്തുന്നുണ്ട്. നമുക്ക് കിടക്കാൻ, അവരുടെ കുടിലാണെങ്കിൽ പോലും കിടക്കാനൊക്കെ നമുക്ക് നല്ല സൗകര്യങ്ങളൊക്കെ അവർ നമുക്ക് ഒരുക്കി തരുന്നുണ്ട്. അതിലൂടെ നമുക്ക് മനസ്സിലാക്കാം അവർക്ക് നമ്മളോട് ബഹുമാനമുണ്ട്, അവർക്ക് നമ്മളോട് സ്നേഹവും ആ കരുതലും ഒക്കെ ഉണ്ട്. ഇവരുടെ ഒരു ബലിയർപ്പണം അല്ലെങ്കിൽ ഇവരുടെ ഒരു ഞായറാഴ്ച ആചരണമൊക്കെ നമ്മളിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആണെന്ന് കേട്ടിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളെ സംബന്ധിച്ച് നമ്മൾ രാവിലെ കുർബാനയുടെ സമയത്ത് ചെല്ലുന്നു, വിശുദ്ധ ബലിയർപ്പിക്കുന്നു, തിരിച്ചു പോരുന്നു. പക്ഷേ അവരെ സംബന്ധിച്ച് അവരുടെ ഒരു ദിവസം മുഴുവൻ അവരെ മാറ്റിവെക്കുന്ന ഒരു പ്രതീതി. ഇപ്പോൾ ആഫ്രിക്കൻ രാജ്യങ്ങളൊക്കെ പ്രത്യേകിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റിൽ എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് വളരെ ആഘോഷമായിട്ടാണ് വിശുദ്ധ ബലിയർപ്പിക്കുന്നത്. എങ്ങനെയാണ് നോർത്ത് ഈസ്റ്റ് അച്ഛൻ ശുശ്രൂഷ ചെയ്യുന്ന അരുണാചൽ മേഖലകളിലെ ഒരു ഞായറാഴ്ച ദിവസാചരണം അല്ലെങ്കിൽ ഒരു വിശുദ്ധ ബലി അർപ്പണം? ഓക്കെ, നല്ല ആഘോഷമുള്ള ദിവസമാണെങ്കിൽ നമ്മൾ കുർബാന തുടങ്ങുന്നതിന് മുമ്പ് എൻട്രൻസ് ഡാൻസ് ഉണ്ടാകും. അതിനുശേഷം നമ്മൾ അച്ഛന്മാർ അതിന് പുറകെ വന്നിട്ട് കുർബാന തുടങ്ങും. പിന്നീട് അടുത്ത എൻട്രൻസ് ഉണ്ടാകുന്നത് കാഴ്ചവെപ്പിൻ്റെ സമയത്താണ്. അപ്പോൾ വളരെ ആഘോഷമുള്ള ദിവസങ്ങളിൽ നമുക്ക് പെൺകുട്ടികൾ അവരുടെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വളരെ ആഘോഷമായിട്ട് എൻട്രൻസ് ഡാൻസ് കളിച്ചുകൊണ്ട് വന്ന് അതൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷമുണ്ട്. അവരുടെ ആ ഒരു ട്രഡീഷൻ വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ കുർബാനയിൽ ചേർന്ന് നിന്ന് അവർക്ക് പ്രാർത്ഥിക്കാനൊക്കെ ഒരു അവസരം കിട്ടുന്നുണ്ട്. വിശുദ്ധ ബലി അർപ്പണം അങ്ങനെ വളരെ മനോഹരമായി മുന്നോട്ട് പോകുമ്പോൾ കാറ്റഗീസത്തെ പറ്റി കൂടെ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ മതബോധന രംഗത്ത് അല്ലെങ്കിൽ ഒരു വിശ്വാസത്തെ വളർത്താനായിട്ട് അവർക്ക് വിശുദ്ധ ഗ്രന്ഥത്തെപ്പറ്റി, നമ്മുടെ വിശ്വാസത്തെപ്പറ്റി പറഞ്ഞു കൊടുക്കാനായിട്ട് അങ്ങനെ ഒരു മാധ്യമം നമുക്കുണ്ടോ വെച്ചാൽ? നമുക്ക് ഓരോ വില്ലേജിലും കാറ്റഗീസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹമാണ് നമ്മളെപ്പോഴും സഹായിക്കുക. ഞാനിപ്പോൾ ഒരു വില്ലേജ് എനിക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ നാം അദ്ദേഹത്തെ ഇൻഫർമേഷൻ കൊടുക്കും, ഇന്ന് വരാൻ പറ്റത്തില്ല. അപ്പോൾ അദ്ദേഹം അവിടുത്തെ പ്രാർത്ഥനകളൊക്കെ അറേഞ്ച് ചെയ്യും. അപ്പോൾ അദ്ദേഹം വഴിയാണ് നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഓരോ വില്ലേജിലെയും. അങ്ങനെ ഞാൻ നിൽക്കുന്ന സ്ഥലത്തെ വില്ലേജിൽ കാറ്റഗീസ് തുടങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നു. 2 പ്രാവശ്യം ട്രൈ ചെയ്തു. നമുക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം നമുക്ക് കുട്ടികളുടെ ഭാഷ നമുക്കറിയില്ല, അവരുടെ ഭാഷ അറിയില്ല. അപ്പോൾ ഹിന്ദിയിലൊന്നും നമ്മൾ സാധാരണ പ്രീച്ചിങ് നടത്തുന്നത് ഹിന്ദിയിലാണ്. പക്ഷേ കുട്ടികൾക്ക് ഹിന്ദി അറിയില്ല. അങ്ങനെ നമ്മൾ 2-3 പ്രാവശ്യം ഈ കാറ്റഗീസുമാരുടെ സഹായത്തോടെ ശ്രമിച്ചു കാറ്റഗീസും തുടങ്ങാൻ. പക്ഷേ നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അച്ഛാ, നമ്മൾ ഈ ഒരു എപ്പിസോഡിൻ്റെ എൻഡിലേക്ക് എത്തുമ്പം അച്ഛൻ വളർന്നു വന്നൊരു സാഹചര്യവും അച്ഛനിപ്പോൾ ആ ഒരു സാഹചര്യം നമ്മൾ നമുക്കൊന്ന് കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. കാരണം അച്ഛൻ വളർന്ന സാഹചര്യത്തിൽ അടുത്തടുത്ത വീടുകളും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബന്ധങ്ങളും അടുക്കലടുക്കലെ ദേവാലയങ്ങളും അല്ലേ, ഇതെല്ലാം വളരെ ഈവൻ ദാരിദ്ര്യം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഫാമിലി ബോണ്ട്, ബാക്കി കാര്യങ്ങൾ, വളർന്നു വന്ന സാഹചര്യം, കടലോര പ്രദേശം, ഇങ്ങനെയുള്ളിടത്തു നിന്ന് ഒരു മലയോര പ്രദേശങ്ങളിലേക്ക് അല്ലെങ്കിൽ ആദിവാസി മേഖലകളിലേക്ക്, ട്രൈബൽസിനിടയിലേക്ക് ഒട്ടുമേ വികസനം കടന്നില്ലാത്ത സാഹചര്യങ്ങളിലേക്ക്, നല്ല റോഡുകളില്ലാത്തടത്തേക്ക് എത്തിച്ചേരുമ്പോഴേക്കും ഒരു ഭയങ്കരമായ അന്തരമുണ്ട്. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ അച്ഛൻ എപ്പോഴെങ്കിലും എനിക്ക് തോന്നിയിട്ടുണ്ടോ ഇത് വേണ്ട, തിരിച്ചു പോന്നേക്കാം എന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ ഇതുവരെ വന്നിട്ടില്ല. കാരണം നാം ക്രിസ്തുവിന് വേണ്ടി സേവനം ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചവരാണ്. അപ്പോൾ ആ ക്രിസ്തുവിനുള്ള ദാഹം അവസാനിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന മിഷൻ മടുക്കുകയാണെന്നുള്ളൊരു തോന്നൽ വരാറില്ല. കാരണം ദൈവം നമ്മളെ ഒരു മിഷനിലേക്ക് അയക്കുമ്പോൾ ദൈവത്തിനൊരു പ്ലാനുണ്ട്. അത് ദൈവം നമ്മളിലൂടെ നടത്തിക്കൊണ്ടിരിക്കും. അതിപ്പോൾ ഞാനല്ല വേറൊരാളാണെങ്കിൽ ആണെങ്കിൽ തന്നെയും അദ്ദേഹത്തിലൂടെ ദൈവത്തിൻ്റെ പ്ലാൻ നടത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ ദൈവം തരുന്ന അവസരങ്ങളെ വിനിയോഗിക്കാൻ ശ്രമിക്കുക. പിന്നീട് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ വൈദികരുടെയും സന്യാസികളുടെയും ധാരാളം ആവശ്യങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഈ ഒരുപാട് ജനതയുണ്ട്, ക്രിസ്തുവിനെ അറിയാത്തവർ കുറേ ജനതകൾ അരുണാചലിൻ്റെ
അരുണാചലിൻ്റെ മേഖലകളിലുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ക്രിസ്തുവിനെ അറിയാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കണമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഉറപ്പായിട്ടും വെച്ചാൽ നമ്മൾ അവസാനിപ്പിക്കുകയാണ് ഈ ഒരു എപ്പിസോഡ്. ഒരുപാട് സന്തോഷമാണ്. കാരണം ഈശോയെ അറിയാത്തവരിലേക്ക് ഈശോയുടെ മുഖവുമായിട്ട് കടന്നു ചെന്ന്, ഈശോയുടെ വേഷവുമായിട്ട് കടന്നു ചെന്ന് ഈശോയെ പ്രഘോഷിക്കാൻ അച്ഛൻ ശ്രമിക്കുന്നുണ്ട്. അച്ഛൻ്റെ പ്രവർത്തനങ്ങളെ പറ്റി ഇനിയും കൂടുതൽ ചോദിച്ചറിയാനുണ്ട്. നമ്മൾ അടുത്ത എപ്പിസോഡ് തുടരും. അതുവരേക്ക് വെച്ചാൽ താങ്ക് യു. കർത്താവിൻ്റെ വയലേലകൾ ഇതാ വിളഞ്ഞു പാകമാകുന്നു. ക്രിസ്തു എന്ന രക്ഷകനെ ദാഹത്തോടെ കാത്തിരിക്കുന്ന വിളഭൂമികൾ, ക്രിസ്തുവിൻ്റെ രക്ഷ കൊതിക്കുന്ന പുത്തൻ വയലേലകൾ. ഇതാ ഇത്തരം സങ്കീർണമായ വയലേലകളിലേക്ക് ഇത്തരം അനേകം വൈദികരും സമർപ്പിതരും യാത്രയാകുന്നു. ക്രിസ്തുവാകുന്ന പുതിയ പ്രകാശമേകാൻ, ക്രിസ്തുവിൻ്റെ വിമോചനമേകാൻ. വിളവിൻ്റെ നാഥൻ വിളിക്കുന്നു നിന്നെ, വലയെറിഞ്ഞണയുക നിങ്ങൾ. വിളവേറെയാണു കതിർ കൊയ്തെടുത്തിടാൻ, വിശ്വസ്തരാവുക നിങ്ങൾ. തല ചായ്ക്കുവാനിടമില്ലാത്തവൻ ഞാൻ, തണലായി മാറുക നിങ്ങൾ. സുഖമേറെയേകില്ല ഈ വഴികളെങ്കിലും, ലഹരിയായി ഞാൻ നിന്നിലലിയും.